നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ ഓർക്കുന്ന ഈ നാളുകളിൽ കേൾക്കുന്ന വചനങ്ങളും ധ്യാനിക്കുന്ന വചനങ്ങളും അങ്ങയ്ക്ക് ഹിതകരമായിരിക്കണമേ. നോമ്പിന്റെ ധ്യാനത്തിനായി ഇന്നത്തെ വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. മരിച്ചവരിൽ നിന്ന് യേശു ഉയർപ്പിച്ച ലാസറിന്റെ പട്ടണമായ ബെഥാനിയയിലേക്ക് യേശു വരുന്നതാണ് സന്ദർഭം. പെസഹയ്ക്ക് 6 ദിവസം മുൻപാണ് യേശു അവിടെ എത്തിയത്. യേശു എപ്പോഴും സന്ദർശിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു ഭവനമായിരുന്നു അത്. യേശുവിനെ വളരെയധികം സ്നേഹിച്ചിരുന്ന സഹോദരിമാരാണ് മാർത്തയും മറിയയും. തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച നന്മയ്ക്ക് അവർ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. യേശു വരുന്നതിന് ആ ഭവനം ഒരു അത്താഴമൊരുക്കി. മാർത്ത തന്റെ നാഥന് വേണ്ടി രുചികരമായ ആഹാരമുണ്ടാക്കിയപ്പോൾ മറിയ യേശുവിന്റെ വചനത്തിനായി കാതോർത്തു. ലാസർ കർത്താവിന്റെ കൂടെ ഇരുന്നു. മറിയ കർത്താവിനെ നന്ദിയോടെ ആരാധിക്കുന്നതായി ഇവിടെ കാണുന്നു. താൻ സ്വരൂപിച്ചു വെച്ച വളരെ വിലയേറിയ പരിമള തൈലം ആണ് അവൾ കർത്താവിന്റെ കാൽ പൂശുവാനായി എടുക്കുന്നത്. തന്നെത്താൻ താഴ്ത്തി അവൾ യേശുവിന്റെ കാലിൽ തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുടച്ചു. നിറഞ്ഞ ദൈവസ്നേഹത്തിന് നിമിത്തം നന്ദിയുടെ കർത്താവിനെ പരസ്യമായി ശുശ്രൂഷിക്കുവാൻ അവൾ മടിച്ചില്ല. മറിയയുടെ ഈ ഭാവം ഇത്ര മനോഹരമാണ്. മറ്റുള്ളവർ എന്തു പറയുമെന്ന് അവൾ ആലോചിക്കുന്നില്ല. തൈലത്തിന്റെ സുഗന്ധം കൊണ്ട് വീട് നിറഞ്ഞു. കർത്താവിനെ മറിയ ആരാധിച്ചത് നിമിത്തം ഭവനത്തിന്റെ അന്തരീക്ഷം മാറി. യേശുവിന്റെ കണ്ണുകൾ നിഷ്കളങ്ക ഹൃദയത്തോടെ തന്നെ ആരാധിക്കുന്ന മറിയയിലായിരുന്നു. മറിയെ പൂശിയ സുഗന്ധ തൈലം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാത്തത് എന്ന് യേശുവിന്റെ ശിഷ്യനായ യൂദ കുറ്റപ്പെടുത്തിയപ്പോൾ യൂദയോട് മറുപടി പറയുന്നത് യേശുവാണ്. ആരാധിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു മറിയയ്ക്ക്. എന്നാൽ ആ ഹൃദയത്തെ യൂദ കാണുന്നില്ല. യേശുക്രിസ്തു മറിയയുടെ സുഗന്ധ തൈലത്തെ തന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ആയിട്ടാണ് കാണുന്നത്. നന്ദിയുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. കർത്താവിനെ ആരാധിക്കുന്ന മറിയ ക്രിസ്തുവിൽ പുതുജീവൻ ലഭിച്ച ലാസർ കർത്താവിനോട് ചേർന്നിരിക്കുന്നു. നമുക്ക് മറിയെ പോലെ കർത്താവിനെ സ്നേഹിക്കാം, ആരാധിക്കാം. ഈ നോമ്പിന്റെ നാളുകൾ നമ്മുടെ ജീവിതത്തെ നമുക്കൊരു ആരാധനയായി മാറ്റാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതം ഒരു ആരാധനയാകുവാനുള്ള കൃപ നൽകണമേ.